Hello friends, this is K. Muralidharan from Ramu's Departmental classes. ഈ വീഡിയോയിൽ കേരള സർവീസ് റൂൾസ് പാർട്ട് 1-ലെ 9 മുതൽ 11 വരെയുള്ള ചട്ടങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് KSRന്റെ 6ാമത്തെ വീഡിയോ ആണ്. 1 മുതൽ 5 വരെയുള്ള വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ വീഡിയോകൾ കാണുക. 1 മുതൽ 5 വരെയുള്ള വീഡിയോകൾ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ചുവടെ കൊടുക്കുന്നു. ഫ്രണ്ട്സ്, KSR, KER, MOP, കേരള ഫൈനാൻഷ്യൽ കോഡ്, കേരള ബഡ്ജറ്റ് മാനുവൽ, ട്രഷറി കോഡ്, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്, CRPC, IPC തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ പരീക്ഷകളുടെയും ഓൺലൈൻ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സുകൾ ലഭ്യമാണ്. ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ വരിക, വിളിക്കുകയോ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 9ാമത്തെ റൂൾ. ദ ഗവൺമെൻറ് മേ ഡെലിഗേറ്റ് ഇറ്റ് ടു എനി ഓഫ് ഇറ്റ്സ് ഓഫീസേഴ്സ് subject to any conditions in which it may think fit it to impose any power conferred upon it by these rules with the following exceptions. The government may delegate it to any of its offices, to any of its subordinate offices. The government may delegate to any of its offices any power conferred upon it by these rules with the following exceptions. താഴെ പറയുന്ന എക്സെപ്ഷൻസ് ഒഴിച്ച്, താഴെ പറയുന്നവ ഒഴിച്ച് ഏത് പവറും ഗവൺമെൻറ്റിന് അതിന് താഴെയുള്ള ഓഫീസേഴ്സിന് ഡെലിഗേറ്റ് ചെയ്യാം, വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ അധികാരം ഏൽപ്പിക്കാം. അതാണ് റൂൾ 9 പറയുന്നത്. അപ്പോൾ റൂൾ 9 എന്താണ് പറയുന്നത്? ദ ഗവൺമെൻറ് മേ ഡെലിഗേറ്റ് എനി പവർ കൺഫേർഡ് അപ്പോൺ ഇറ്റ് ബൈ ദീസ് റൂൾസ് വിത്ത് ദ ഫോളോയിങ് എക്സെപ്ഷൻസ് ടു എനി ഓഫ് ഇറ്റ്സ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ്. എനി ഓഫ് ഇറ്റ്സ് ഓഫീസേഴ്സ്, ഗവൺമെൻറ് താഴെയുള്ള ഏത് ഓഫീസർക്കും സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങൾ വിട്ടുകൊടുക്കാൻ സർക്കാരിനെ അധികാരപ്പെടുത്തുന്നത് റൂൾ 9 ആണ്. റൂൾ 9ൻ്റെ എക്സെപ്ഷൻസ് ആണ് താഴെ പറയുന്നത്. റൂൾ 9 ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ഫുള്ളി റിസർവ്ഡ് ബൈ ഗവൺമെൻറ് ആണ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് പവേഴ്സ് റിസർവ്ഡ് ബൈ ഗവൺമെൻറ് ആണ്. അപ്പോൾ നമ്മൾ റൂൾ 9 പറഞ്ഞത് എന്താണ്? 9 ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങൾ താഴെ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഡെലിഗേറ്റ് ചെയ്യാം. എക്സെപ്റ്റ് ദ ഫോളോയിങ്, താഴെ പറയുന്നവ ഒഴിച്ച്. അതിൽ പവർ ടു മേക്ക് റൂൾസ്. പവർ ടു മേക്ക് റൂൾസ് എന്ന് പറഞ്ഞാൽ ഈ പവർ ടു മേക്ക് റൂൾസ്, ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം റിസർവ്ഡ് ഫുള്ളി ബൈ ഗവൺമെൻറ്. സോ ഇമ്പോർട്ടൻറ്റ് പവേഴ്സ് റിസർവ്ഡ് ബൈ ഗവൺമെൻറ് ആണിത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. ഒന്നെന്താണ്? ഒന്നാമത്തത് പവർ ടു മേക്ക് റൂൾസ്, ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിൽ മാത്രം നിക്ഷിപ്തമാണ്. ബി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ബി ഉണ്ടായിരുന്നത് ഡിലീറ്റ് ചെയ്തു. സി പവർ ടു റെഗുലേറ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഗ്രാൻഡ് ഓഫ് കോമ്പൻസേറ്ററി അലവൻസസ്. കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറഞ്ഞാൽ HRA, CCA മുതലായവയ്ക്കാണ് കോമ്പൻസേറ്ററി അലവൻസ്. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള അധികാരം ഗവൺമെൻറ്റിന് മാത്രമാണ്. ദ പവേഴ്സ് ടു റെഗുലേറ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ഗ്രാൻഡ് ഓഫ് കോമ്പൻസേറ്ററി അലവൻസ്. അപ്പോൾ ഏതൊക്കെയാണ് ഗവൺമെൻറ്റിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന അവകാശങ്ങൾ, അധികാരങ്ങൾ? വാട്ട് ആർ ദ പവേഴ്സ് റിസർവ്ഡ് ബൈ ഗവൺമെൻറ്, ഫുള്ളി റിസർവ്ഡ് ബൈ ഗവൺമെൻറ്? പവർ ടു മേക്ക് റൂൾസ്. ബി ഡിലീറ്റഡ്. സി പവർ ടു റെഗുലേറ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഗ്രാൻഡ് ഓഫ് കോമ്പൻസേറ്ററി അലവൻസസ്. ഡി to determine the standard rent of buildings, and the rent recoverable from an officer occupying the residence. സർക്കാരിൻ്റെ കെട്ടിടങ്ങളുടെ സ്റ്റാൻഡേർഡ് റെൻറ്റ് നിശ്ചയിക്കുന്നതിനുള്ള അധികാരം സർക്കാരിനാണ്. അതുപോലെ തന്നെ സർക്കാർ കെട്ടിടങ്ങൾ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അതിൻ്റെ റെൻറ്റ് റിക്കവർ ചെയ്യാനും റെൻറ്റിൻ്റെ റേറ്റ് നിശ്ചയിക്കാനുള്ള അധികാരവും സർക്കാരിനാണ്. അപ്പോൾ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് ഫുള്ളി സർക്കാർ മാത്രം എൻജോയ് ചെയ്യുന്ന പവറാണ്. സർക്കാർ ഫുള്ളി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പവറാണ്. ഈ പവർ സാധാരണ ഡെലിഗേറ്റ് ചെയ്യാറില്ല. എന്താണ് ഡിയിൽ പറഞ്ഞിരിക്കുന്നത്? ടു ഡിറ്റർമിൻ ദ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഓഫ് ബിൽഡിങ്സ്, and the rent recoverable from an officer occupying the residence. Occupying the government quarters ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സർക്കാർ കെട്ടിടങ്ങളുടെ റെൻറ്റ് നിശ്ചയിക്കുന്നതും സർക്കാർ ബിൽഡിങ്ങുകളുടെ റെൻറ്റ് നിശ്ചയിക്കുന്നതും അത് ഒക്യുപ്പൈ ചെയ്യുന്ന ഓഫീസറിൽ നിന്ന് റെൻറ്റ് റിക്കവർ ചെയ്യുന്നതും അതിൻ്റെ റേറ്റ് നിശ്ചയിക്കുന്നതും ഗവൺമെൻറ്റാണ്. അത് മറ്റൊരു ഉദ്യോഗസ്ഥനെ ഡെലിഗേറ്റ് ചെയ്തിട്ടില്ല. ഫുള്ളി റിസർവ്ഡ് ബൈ ഗവൺമെൻറ് ആണ്. ഈയിലും ഗവൺമെൻറ് റിസർവ് ചെയ്യുന്ന പവേഴ്സാണ്. ടു റെമിറ്റ് ലീവ് ആൻഡ് പെൻഷൻ കോൺട്രിബ്യൂഷൻസ് ഇൻ റെസ്പെക്ട് ആൻ ഓഫീസർ ട്രാൻസ്ഫേർഡ് ഓൺ ഫോറിൻ സർവീസ്. ഫോറിൻ സർവീസിലേക്ക് അയക്കുന്നത്. ഫോറിൻ സർവീസ് എന്താണെന്ന് വരുന്ന ചാപ്റ്ററിൽ നമ്മൾ വിശദമായി പഠിക്കും. വിദേശത്തേക്ക് പോകുന്നതല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാർ അനുമതിയോടുകൂടി മറ്റ് കോർപ്പറേഷനിലോ ബോർഡിലോ ഒക്കെ പാർട്ടിലി ഓൺഡ് ബൈ സർക്കാർ സ്ഥാപനങ്ങളുണ്ടല്ലോ, അതിലേക്ക് പോകുന്നതാണ് ഫോറിൻ സർവീസ്. അതൊരു ചാപ്റ്ററിൽ തന്നെ വിശദമായി പഠിക്കാനുണ്ട്. അങ്ങനെ പോകുന്നവരുടെ ലീവ് ആൻഡ് പെൻഷൻ കോൺട്രിബ്യൂഷൻസ്
ഒരു റേറ്റ് നിശ്ചയിക്കുന്നതും അത് ആ ഫോറിൻ എംപ്ലോയർ സർക്കാരിലേക്ക് ഏജ് പറയുന്ന ഒരു ഹെഡിലേക്ക് അടയ്ക്കുകയും വേണം. അത് ഗവൺമെൻറ്റാണ് അത് നിശ്ചയിക്കുന്നത്. റെമിറ്റ് ലീവ് ആൻഡ് പെൻഷൻ കോൺട്രിബ്യൂഷൻസ്, ലീവും പെൻഷൻ കോൺട്രിബ്യൂഷൻസും ഇൻ റെസ്പെക്ട് ഓഫ് എൻ ഓഫീസർ ട്രാൻസ്ഫർഡ് ആൻഡ് ഫോറിൻ സർവീസ്, ഫോറിൻ സർവീസിലേക്ക് അയക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ലീവും പെൻഷൻ കോൺട്രിബ്യൂഷൻസും എത്രയാണെന്ന് നിശ്ചയിക്കുന്നതും അത് ഏജ് മൂലം ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നതും നിശ്ചയിക്കുന്നത് ഗവൺമെൻറ്റാണ്. അടുത്തത് എഫിൽ പറയുന്നത് ടു പെർമിറ്റ് ആൻ ഓഫീസർ ഓൺ ഫോറിൻ സർവീസ് ടു റിസീവ് പെൻഷൻ ഓർ ഗ്രാറ്റുവിറ്റി ഫ്രം ഫോറിൻ എംപ്ലോയർ. ടു പെർമിറ്റ് ആൻ ഓഫീസർ ഓൺ ഫോറിൻ സർവീസ് ടു റിസീവ് പെൻഷൻ ആൻഡ് ഗ്രാറ്റുവിറ്റി ഫ്രം ഫോറിൻ എംപ്ലോയർ. ഒരാൾ ഫോറിൻ സർവീസിൽ പോയാൽ ഫോറിൻ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് റിട്ടയർ ചെയ്യുകയാണെങ്കിൽ ഫോറിൻ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് പെൻഷനും ഗ്രാറ്റുവിറ്റിയൊക്കെ സ്വീകരിക്കുന്നതിനുള്ള അനുവാദം കൊടുക്കുന്നതും ഗവൺമെൻറ്റാണ്. ടു പെർമിറ്റ് ആൻ ഓഫീസർ ഓൺ ഫോറിൻ സർവീസ് ടു റിസീവ് പെൻഷൻ ഓർ ഗ്രാറ്റുവിറ്റി ഫ്രം ആൻ എംപ്ലോയർ. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം ഏതൊക്കെയാണ് ഫുള്ളി റിസർവ് ചെയ്തിരിക്കുന്നത് നോക്കാം. എ പവർ ടു മേക്ക് റൂൾസ്, എ പവർ ടു മേക്ക് റൂൾസ്. ബി ഡിലീറ്റ് ചെയ്ത്. സി പവർ ടു റെഗുലേറ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ഗ്രാൻഡ് ഓഫ് കോമ്പൻസേറ്ററി അലവൻസ്. ഡി to determine the standard rent of buildings and rent recoverable from officer and occupying the residence. E to remit leave and pension contributions in respect to an officer transferred in foreign service. F to permit an officer on foreign service to receive pension or gratuity from foreign employer. ഇത് വളരെ വ്യക്തമായിട്ട് റൂൾ 9 താഴെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പുസ്തകം കൂടി എടുത്തു വെച്ച് ഇത് വീഡിയോ കാണുമ്പോൾ നോക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം പുസ്തകം കൂടി എടുത്ത് വായിക്കുക. നമുക്ക് അടുത്ത റൂൾ എന്താണെന്ന് നോക്കാം. സം അതർ പവേഴ്സ് റിസർവ്ഡ് ബൈ ഗവൺമെൻറ്. സം അതർ പവേഴ്സ് റിസർവ്ഡ് ബൈ ഗവൺമെൻറ്. ഗവൺമെൻറ് റിസർവ് ചെയ്തിട്ടുള്ള കുറച്ച് പവേഴ്സുണ്ട്, ധാരാളം പവേഴ്സ് ഉണ്ട്. അത് പാർട്ട് 1-ലും 2-ലും 3-ലും ഉള്ള പല പവേഴ്സും ഉണ്ട്. എല്ലാം നമുക്ക് വിശദമായിട്ട് ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ വിശദമായി പഠിക്കാം. എങ്കിലും ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയാം. ദ പവർ ടു ഡിസ്പെൻസ് വിത്ത് ഓർ റിലാക്സ് എനി റൂൾ. ദ പവർ ടു ഡിസ്പെൻസ് വിത്ത് ഡിസ്പെൻസ് മീൻസ് ഒഴിവാക്കുക, ഓർ റിലാക്സ് ഇളവ് അനുവദിക്കുക. ദ പവർ ടു ഡിസ്പെൻസ് വിത്ത് ഓർ റിലാക്സ് എനി റൂൾ, ഏതൊരു റൂള് ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ ഇളവ് അനുവദിക്കുന്നുള്ള അധികാരം പൂർണ്ണമായും ഗവൺമെൻറ്റിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു റൂൾ 7-ൽ അത് പറയുന്നുണ്ട്, പാർട്ട് 1. നെക്സ്റ്റ് 1. 2 ദ പവർ ടു മോഡിഫൈ ആൻഡ് ഇൻ്റർപ്രറ്റ് ദ റൂൾസ് മോഡിഫൈ ചെയ്യുന്ന അധികാരം, അത് വ്യാഖ്യാനിക്കാനുള്ള അധികാരവും അത് ഗവൺമെൻറ് നിഷിദ്ധമാണ്. 3 ദ ഡെലിഗേറ്റ് ദ റൂൾസ് ടു എനി ഓഫ് ദ സബോർഡിനേറ്റ് ഓഫീസേഴ്സ്. ടു ഡെലിഗേറ്റ് ദ റൂൾസ് ടു എനി ഓഫ് ദ സബോർഡിനേറ്റ് ഓഫീസർ ഡെലിഗേറ്റ് ചെയ്യാനുള്ള അധികാരം പൂർണ്ണമായിട്ടും ഗവൺമെൻറ് നിശ്ചിതമായി. ടു ഡെലിഗേറ്റ്. നെക്സ്റ്റ് 1 ദ പവർ ടു സാങ്ഷൻ LWA ലീവ് വിത്ത് അലവൻസ് എക്സീഡിങ് 180 days അറ്റ് എ ടൈം. ഒരു സമയം 180-ൽ കൂടുതൽ ദിവസം ലീവ് എടുത്താൽ 180 ദിവസം വരെ ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിക്കാനുള്ള അധികാരമുണ്ട്. അത് റൂൾ 64 പാർട്ട് 1 KSRൽ 120 പറയുന്നത്. അത് ഇപ്പോഴത്തെ പുസ്തകത്തിലൊക്കെ. എന്നാൽ അത് ജിയോ 102/2017 ഡേറ്റഡ് 7/8/2017 അനുസരിച്ച് 180 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിന് 180 വരെ ലീവ് അനുവദിക്കാം. നിങ്ങളുടെ ലീവ് സാങ്ഷനിങ് അതോറിറ്റി, നിങ്ങളുടെ പ്രിസൈഡിങ് ഓഫീസർക്ക് 120 ദിവസം വരെ ലീവ് അനുവദിക്കാൻ പറ്റുന്നത്. അപ്പോൾ 180 ദിവസത്തിൽ കൂടുതൽ വരുന്ന LWA ലീവ് വിത്ത് അലവൻസ് അനുവദിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിലാണ്. സോ വാട്ട് ആർ ദ സം അതർ പവേഴ്സ് റിസർവ്ഡ് ബൈ ഗവൺമെൻറ്? 1 ദ പവർ ടു ഡിസ്പെൻസ് വിത്ത് ഓർ റിലാക്സ് എനി റൂൾ. 2 the power to modify and interpret the rule. 3 to delegate the rules to any of the subordinate officers. 4 the power to sanction leave without allowance exceeding 180 days at a time. അടുത്ത റൂൾ നോക്കാം നമുക്ക്. റൂൾസ് ടു ബി അപ്ലൈഡ് ഫോർ ഡിഫറെൻറ്റ് ക്ലെയിംസ്. ഓരോ ക്ലെയിം നമുക്കിപ്പോൾ പേ ആൻഡ് അലവൻസസ് ഉണ്ട്, ലീവ് ഉണ്ട്, പെൻഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് പേ ആൻഡ് അലവൻസസ് കിട്ടും. അപ്പോൾ അത് ഏത് റേറ്റാണ്, അത് ഏത് റേറ്റ് അനുസരിച്ചാണ് അല്ലെങ്കിൽ ഏത് റൂളാണ് ആപ്ലിക്കബിൾ? പേ ആൻഡ് അലവൻസിൻ്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ദ റൂൾസ് ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം വെൻ പേ ആൻഡ് അലവൻസ് ഈസ് ഏൺഡ്. ഇപ്പോൾ നമ്മൾ ഈ മെയ് മാസം ജോലി ചെയ്യുന്നു. അപ്പോൾ മെയ് മാസത്തിൽ ഏത് റൂളാണ് നിലവിലിരിക്കുന്നത്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ദിവസം ഏത് റൂളാണ് നിലവിലിരിക്കുന്നത്, ആ റൂൾ അനുസരിച്ചിട്ടാണ് പേ ആൻഡ് അലവൻസസ് കിട്ടുന്നത്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ദ റൂൾ ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം വെൻ ദ ലീവ് ഈസ് അപ്ലൈഡ് ഫോർ ആൻഡ് ഗ്രാൻഡ്. ലീവ് അപ്ലൈ ചെയ്യുകയും അത് ഗ്രാൻഡ് ചെയ്ത സമയത്ത് ഏത് നിയമമാണോ നിലവിലിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് ലീവ് റൂൾസ് അപ്ലൈ ചെയ്യുന്നത്. പെൻഷൻ ദ റൂൾസ് in force at the time when an officer retires or is discharged from service. ഒരു ദിവസം റിട്ടയർ ചെയ്യുക അല്ലെങ്കിൽ സർവീസിന് ഡിസ്ചാർജ് ചെയ്യുകയോ ചെയ്താൽ ആ സമയത്ത് ദ റൂൾ ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം, ആ സമയത്ത് എന്ത് റൂളാണ് നിലവിലിരുന്നത് ആ റൂൾ അനുസരിച്ചാണ് അദ്ദേഹത്തിന് പെൻഷൻ നിശ്ചയിക്കുന്നത്. അപ്പോൾ പേ ആൻഡ് അലവൻസ് നിശ്ചയിക്കുന്നത് നമ്മൾ എന്നാണോ ജോലി ചെയ്ത് ശമ്പളം പേ ആൻഡ് അലവൻസ് ഏൺ ചെയ്യുന്നത് ആ ദിവസത്തെ
നിയമം അനുസരിച്ചാണ്, അപ്പോൾ നിലനിൽക്കുന്ന നിയമം അനുസരിച്ചാണ് പേ ആൻഡ് അലവൻസസ് ക്ലെയിം ചെയ്യാവുന്നത്. ലീവ് ദ റൂൾസ് ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം വെൻ ദ ലീവ് ഈസ് അപ്ലൈഡ് ഫോർ ആൻഡ് ഗ്രാൻറ്റഡ് ആണ്. പെൻഷൻ ദ റൂൾസ് ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം വെൻ ആൻ ഓഫീസർ റിട്ടയേഴ്സ് ഓർ ഡിസ്ചാർജ് ഫ്രം ഗവൺമെൻറ് സർവീസ്. ഇതെല്ലാം റൂളിംഗ് ബിലോ 11 പാർട്ട് 1 KSR പറയുന്നുണ്ട്. KSRൻ്റെ പാർട്ട് 1 ഈ ഒന്നാമത്തെ ചാർട്ടല്ല, അവസാനത്തെ റൂളാണ് 11. 11ൻ്റെ താഴെ റൂളിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഈ വിവരങ്ങളെല്ലാം പറയുന്നുണ്ട്, നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് അടുത്തത് 10ാമത്തെ റൂൾ എന്താണെന്ന് നോക്കാം. 10ൽ പറയുന്നത് നോ പവേഴ്സ് മേ ബി എക്സസൈസ്ഡ് ഓർ ഡെലിഗേറ്റഡ് അണ്ടർ ദീസ് റൂൾ എക്സെപ്റ്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺസൾട്ടേഷൻ കൂടാതെ തന്നെ ഒരു പവറും എക്സസൈസ് ചെയ്യുകയോ ഡെലിഗേറ്റ് ചെയ്യുകയോ പാടില്ല. നമുക്ക് റൂൾ 11ലേക്ക് കിടക്കാം. The government reserve to themselves the power to modify these rules as may from time to time seem expedient and to interpret them in case of doubt. The government reserves to themselves the power to modify the rules. നമ്മൾ നേരത്തെ പറയുന്നതാണ്, മോഡിഫൈ ചെയ്യുന്നതിനുള്ള അധികാരം. അത് റൂൾ 11ലാണ് പറയുന്നത്. The government reserve to themselves the power to modify the rules. സർക്കാർ നിയമങ്ങൾ മോഡിഫൈ ചെയ്യാനുള്ള അധികാരം സർക്കാർ മാത്രം നിക്ഷിപ്തമാണ്. അതുപോലെ ഇൻ്റർപ്രറ്റ് ദം ഇൻ കേസ് ഓഫ് ഡൗട്ട്, എന്തെങ്കിലും സംശയങ്ങളുണ്ടായാൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനുള്ള അവകാശം പൂർണ്ണമായും ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി ചാപ്റ്റർ 1 തീരുകയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ അവസാനിച്ചു. ഒന്നാമത്തെ ചാപ്റ്റർ 1 മുതൽ 11 വരെയുള്ള റൂൾസാണ്. ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.